കൊഴിഞ്ഞാമ്പാറയിലെ CPM-ലെ വിഭാഗീയതയ്ക്ക് പിന്നാലെ ഒരു വിഭാഗം സമാന്തര പാർട്ടി ഓഫീസ് തുടങ്ങി. കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി റോഡിൽ EMS സ്മാരകം എന്ന പേരിലാണ് ഓഫീസ് തുറന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗവും കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റുമായ M. സതീഷ്, മുൻ ലോക്കൽ സെക്രട്ടറി V. ശാന്തകുമാർ, കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. മുഹമ്മദ് ഫാറൂഖ്, N. വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമാന്തര പാർട്ടി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. S. മുഹമ്മദ് ഫാറൂഖ് സമാന്തര പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ആവശ്യത്തിന് ജനസേവന കേന്ദ്രമായി ഓഫീസ് പ്രവർത്തിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. നല്ല കാര്യങ്ങളിലെല്ലാം പങ്കുചേരുന്നതിന്, അവരുടെ എല്ലാം സുഖദുഃഖങ്ങളിൽ പങ്കുചേരുന്നതിന് നമുക്കൊരു ആസ്ഥാന കേന്ദ്രം വേണം. അതിനാണ് നമ്മൾ EMS-ന്റെ സ്മാരകം ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ EMS സ്മാരകം എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു ജനസേവന കേന്ദ്രമായി നമുക്ക് പ്രവർത്തിക്കുന്നതിന് കഴിയണം. നമുക്കൊപ്പമാണ് ഈ പഞ്ചായത്തിലെ ജനങ്ങളെന്ന് നമുക്ക് തെളിയിക്കുന്നതിന് കഴിയണം. നമ്മുടെ ഇടയിൽ നിന്ന് പല ആളുകളെയും ഭിന്നിപ്പിക്കുന്നതിനും നിങ്ങൾ പാർട്ടി ഓഫീസിലേക്ക് വരൂ, അതാണ് പാർട്ടി എന്ന നിലയിലുള്ള പ്രചാരണം നടക്കുന്നത്. നമ്മൾ എന്ത് തീരുമാനമെടുത്താലും നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ്. നമ്മൾ കൊഴിഞ്ഞാമ്പാറയിൽ ജനിച്ചു വളർന്ന മനുഷ്യരാണ് നമുക്ക് ചില രീതിയിലേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. നമ്മളെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടോ നമ്മളെ ത്രെട്ടൺ ചെയ്തിട്ടോ നമ്മളെ ഭീഷണിപ്പെടുത്തി ഒതുക്കാനൊന്നും ആരും ശ്രമിക്കില്ല. നമ്മളെല്ലാവരും കൊഴിഞ്ഞാമ്പാറക്കാരാണ്. നമ്മൾ കൊഴിഞ്ഞാമ്പാറയിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. നമ്മളോട് എന്തിനാണ് ഈ അഹങ്കാരവും ധിക്കാരവും നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ വരുന്നത് എന്ന് നമുക്ക് അറിയുന്നില്ല. എന്ത് തീരുമാനം നമ്മൾ കൈക്കൊണ്ടാലും നമ്മൾ ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടായി നമ്മുടെ ഈ കൂട്ടായ്മ ഫലപ്രദമായി നമുക്ക് ഇടപെടുന്നതിന് വേണ്ടി സാധിക്കും. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ കലാപക്കൊടിയുയർത്തി CPM പ്രവർത്തകർ 2 തവണ വിമത കൺവെൻഷൻ നടത്തിയിരുന്നു. മുൻ കോൺഗ്രസ് നേതാവിനെ ലോക്കൽ സെക്രട്ടറിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് 100 കണക്കിന് പേർ പങ്കെടുത്ത വിമത കൺവെൻഷൻ നടന്നത്. ജില്ലാ സെക്രട്ടറിക്ക് ധാർഷ്ട്യമാണെന്നും ഇത് അംഗീകരിക്കില്ലെന്നും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് M. സതീഷ് പറഞ്ഞിരുന്നു. 1 വർഷം മുൻപ് കോൺഗ്രസ് വിട്ടുവന്ന അരുൺ പ്രസാദിനെ കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സെക്രട്ടറിയാക്കിയതാണ് പ്രതിഷേധത്തിന് കാരണം. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് M. സതീഷിന്റെ നേതൃത്വത്തിലാണ് കലാപം. പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ 100ഓളം പേർ വിമത കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. ജില്ലാ സെക്രട്ടറി ഏകാധിപതിയെപ്പോലെ പെരുമാറുകയാണെന്നും ധാർഷ്ട്യം അംഗീകരിക്കില്ലെന്നും സതീഷ് ആവർത്തിച്ചു. പാർട്ടി അംഗങ്ങളല്ലാത്തവരും BJP കോൺഗ്രസ് അനുഭാവികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ലോക്കൽ സമ്മേളനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയുടെ രീതിയിലല്ല നടന്നിട്ടുള്ളത്. ഇത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചതിന്റെ ഭാഗമായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഞാനും അതുപോലെ തന്നെ ശാന്തകുമാറും അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും എല്ലാം പരിപൂർണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇതിനെതിരായിട്ടാണ് ഞങ്ങൾ തുടക്കം മുതൽ കൊഴിഞ്ഞാമ്പാറ 1, കൊഴിഞ്ഞാമ്പാറ 2 ലോക്കൽ സമ്മേളനങ്ങളിൽ തികച്ചും പാർട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനമല്ല നടക്കുന്നത്. ഇത് പാർട്ടി സംഘടനാ വിരുദ്ധ സമ്മേളനങ്ങളാണ്. പാർട്ടി അംഗങ്ങളല്ലാത്തവർ പങ്കെടുക്കുന്നുണ്ട്. ഇതെല്ലാം ചിത്രങ്ങൾ സഹിതം തെളിവ് സഹിതം പറഞ്ഞിട്ടും ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന പാർട്ടി അംഗങ്ങൾ, അതുപോലെ തന്നെ പാർട്ടി ബന്ധുക്കൾ, പാർട്ടി അനുഭാവികൾ, അവരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ കൊഴിഞ്ഞാമ്പാറയിൽ ഒരു EMS സ്മാരകം ഞങ്ങളിന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതൊരു ജനസേവന കേന്ദ്രമായി ഇവിടെ പ്രവർത്തിക്കും. അതിന്റെ ഭാഗമായി കൊഴിഞ്ഞാമ്പാറയിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഒത്തുകൂടുന്ന ഒരു കേന്ദ്രമായി ഈ ജനസേവന കേന്ദ്രം മാറും. ഇത് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആസ്ഥാന കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതിനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.